അഡ്വക്കേറ്റ് ഹസീന ഉമ്മർ അവിടുത്തെ കൗൺസിലറാണ്. അഡ്വക്കേറ്റ് ഹസീന ഉമ്മർ, ഈ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വീട് തുറക്കാനുള്ള ശ്രമം ഏതുവരെയാണിപ്പോൾ? ഇപ്പൊ പോലീസുകാരെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ തുറന്നിട്ടില്ല. ഇപ്പോ 2 ബെഡ്റൂമിലായിട്ട് സിസ്റ്ററിന്റെയും ബ്രദറിന്റെയും ബോഡി ഹാങ്ങിങ് ഇതിലാണ് കിടക്കുന്നത്. പിന്നെ അമ്മ ഉണ്ട്. അമ്മയുടെ ബോഡി ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അകത്ത് കയറിയാലേ അറിയാൻ സാധിക്കുള്ളൂ. ഈ ഈ ഈ മനീഷ് വിജയുടെ സഹോദരിയും സഹോദരനോ അതോ മനീഷ് വിജയ് അടക്കമാണോ പറഞ്ഞത് താങ്കൾ? മനീഷ് വിജയും പുള്ളിയുടെ സിസ്റ്ററും ഓരോ ബെഡ്റൂമിലായിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. കുടുംബസമേതം ഇവിടെ തന്നെയായിരുന്നു ഇവർ താമസം, അഡ്വക്കേറ്റ് ഹസീന? അതെ അതെ. പുള്ളി മാരീഡ് അല്ല. പുള്ളിയും സിസ്റ്ററും അതുപോലെ തന്നെ അമ്മയായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ അറിയാമോ? അമ്മ ഉണ്ട്. ഇവര് 3 പേരും ഇതുവരെ പുറത്തൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഓഫീസിൽ വരാത്തത് കൊണ്ടിട്ട് അവിടെ നിന്നുള്ള സ്റ്റാഫ് ഇവിടെ അന്വേഷിച്ച് വന്നപ്പോഴാണ് സംശയം തോന്നിയത്. അങ്ങനെ അവര് ബെല്ലടിച്ചിട്ടൊന്നും ഡോറൊന്നും തുറക്കാതായപ്പോ ബാക്കില് ജനലിൽ നോക്കിയപ്പോഴാണ് ഒരാൾ ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടത്. നിങ്ങൾ ഈ അന്വേഷിച്ച് വന്നവരോട് കാര്യങ്ങൾ വല്ലതും ചോദിച്ചിരുന്നോ? എന്താണ് ആത്മഹത്യയാണെങ്കിൽ എന്താണ് കാരണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അഡ്വക്കേറ്റ് ഇല്ല, ഹസീന? അത് പുള്ളി ഞാനിപ്പോ സംസാരിച്ചു വെച്ചിട്ട് പുള്ളി ഓഫീസിലും അങ്ങനെ ആരുമായിട്ടും വലിയ അടുപ്പമുള്ള ഒരാളല്ല. എല്ലാവരുമായിട്ടും കുറച്ച് ഡിറ്റാച്ച്ഡ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഫാമിലിയോട് ഭയങ്കര ഒരു കമ്മിറ്റഡും ഭയങ്കര ലവിങ് ഫാമിലി ആയിരുന്നു എന്നാണ് അറിയിച്ചത്. അഡ്വക്കേറ്റ് ഹസീന, ഇവിടെ എനിക്ക് തോന്നുന്നു മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് അതെ ദിവസമായെന്ന് അതെ തോന്നുന്നു അല്ലേ? കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു. അതെ. ഇപ്പോ തിങ്കളാഴ്ച മുതൽ ചെറിയ സ്മെല്ലൊക്കെ ഇവിടെ അടുത്ത ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന കുട്ടികൾക്ക് കിട്ടി തുടങ്ങിയിരുന്നു. പക്ഷെ ഇത് ഒരു ഇങ്ങനെ കുറച്ച് കാട് പിടിച്ച പ്രദേശമൊക്കെ ആയതുകൊണ്ടിട്ട് എലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചത്തെടുക്കാന്നാണ് നാട്ടുകാർ വിചാരിച്ചത്. താങ്ക് യു അഡ്വക്കേറ്റ് ഹസീന ഉമ്മർ അവിടുത്തെ കൗൺസിലറാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ നിന്ന് ചില ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കാര്യമായി എടുത്തിരുന്നില്ല. ഇപ്പോൾ ഓഫീസിലേക്ക് എത്താതായി, ലീവ് കഴിഞ്ഞും ഓഫീസിലേക്ക് എത്താതായപ്പോൾ സഹപ്രവർത്തകർ അന്വേഷിച്ച് വന്നപ്പോഴാണ് വാതിലിൽ മുട്ടി തുറന്നില്ല. അപ്പോഴാണ് സംശയമുണ്ടാകുന്നത്. 2 മുറിയിൽ ഈ മനീഷ് വിജയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ അവിടുത്തെ കൗൺസിലർ പറയുന്നത്. ഒരമ്മ ഉണ്ട്. അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നതാണ്, ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നതാണ്, ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നതാണ്. അത് മനീഷ് വിജയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം ഈ വാതിൽ തുറന്നാലേ അറിയൂ. എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ഒന്നിനൊന്നിനും എന്ത് പ്രശ്നമാണെങ്കിലും ആത്മഹത്യ ഒന്നിനൊന്നിനും പരിഹാരമല്ല നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോഴും ആവർത്തിക്കുന്നു.